മാമും സാറും പറയുന്നത് അത് ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് ക്ലാസ് കാണുക, അത് റിപ്പീറ്റ് ചെയ്ത് കാണുക, പിന്നെ നോട്ട്സ് വായിക്കുക, ഡേ ടു ഡേ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ബിഫാം പഠിച്ചത്, മൈസൂരാണ് പഠിച്ചത്. മൈസൂരാണോ? ഏത് കോളേജാ? ഭാരതി കോളേജ് എന്ന് പറയും. ഹായ് ഓൾ, വെൽക്കം ടു എലൈറ്റ് എക്സ്പെർട്ടൈസ്. സോ നമുക്ക് ജൂലൈ ഒപ്ര എക്സാമിന് റിസൾട്ട് വന്നിരിക്കുന്ന ടൈമാണ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ബേസിലാണ്. ബേസിൽ നമ്മൾ ഈ എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ബേസിൽ, ഹായ്. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ടോ? അവസാനം കുറെ ഒരു 3 മാസത്തെ പഠിത്തത്തിന്റെ ഒരു റിസൾട്ട് വന്നു അല്ലേ? അതെ അതെ, നല്ല സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. എന്ത് പറയാനുണ്ട് ഈ സമയത്ത്? എങ്ങനെയുണ്ടായിരുന്നു ഒരു പ്രിപ്പറേഷൻ? പ്രിപ്പറേഷൻ നല്ലതായിരുന്നു. ടീച്ചറിൻ്റെയും സാറിൻ്റെ ഒക്കെ ഗൈഡൻസ് നന്നായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് എനിക്കത് കിട്ടി. കിട്ടി അല്ലേ? എവിടെയായി ബേസിൽ പഠിച്ചതൊക്കെ? ബിഫാം ആണോ ഫാംഡി ആണോ? ഞാൻ ബിഫാം പഠിച്ചത്, മൈസൂരാണ് പഠിച്ചത്. മൈസൂരാണോ? ഏത് കോളേജാ? ഭാരതി കോളേജ് എന്ന് പറയും. ഭാരതി കോളേജ്. സോ എങ്ങനെയാണ് എലൈറ്റിനെ പറ്റി അറിഞ്ഞത് ആക്ച്വലി? ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി അറിഞ്ഞതാണ്. അമിത്തും ഓക്കെ, ഫ്രണ്ട് ആ വഴി പറഞ്ഞു. ഫ്രണ്ട് ഓൾറെഡി ഇവിടെ ക്യാപ്സ് പഠിച്ചതാണോ അപ്പോ? അവനവിടെ ക്യാപ്സ് പഠിച്ച് അവൻ പാസ്സായതാ. ആ, ശരി ശരി. അപ്പോ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതും എങ്ങനെ ഉണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഞാൻ ഏകദേശം ലാസ്റ്റ് ഇയർ സെപ്റ്റംബർ തൊട്ടാണ് തുടങ്ങിയത്. ആ, എലൈറ്റിൽ ജോയിൻ ചെയ്തത് അന്നേ തൊട്ട് ചെറുതായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഓക്കെ. പ്രിപ്പറേഷൻ തുടങ്ങിയത് ഈ ലാസ്റ്റ് ബാച്ച് തുടങ്ങിയ തൊട്ടാണ്. ലാസ്റ്റ് ആയപ്പോഴാണല്ലേ? അതെ, ലാസ്റ്റ് സോ ബാച്ചിലാണ് ഞാൻ ഒരു മെയിനായിട്ട് 1.5 മാസം പ്രിപ്പറേഷൻ തുടങ്ങിയത്. എടുത്തു എന്ന് പറയാം കംപ്ലീറ്റ് പ്രിപ്പറേഷന് വേണ്ടിട്ട് അല്ലേ? 1.5 മാസം എന്തായാലും എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. എത്ര അക്കാഡമിക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു? ജസ്റ്റ് പാസ് ഔട്ട് ആയോ ഉള്ളോ? ഞാൻ 23rd പാസ് ഔട്ട് ആയതാ. 23-ലാണ്. അപ്പൊ വലിയ ക്യാച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലേ? ഇല്ല, അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഇനി നവംബറിൽ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട് പറയാൻ? ടിപ്സ് ഒന്നുമില്ല. മാമും സാറും പറയുന്നത് അത് ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് ക്ലാസ് കാണുക, അത് റിപ്പീറ്റ് ചെയ്ത് കാണുക, പിന്നെ നോട്ട്സ് വായിക്കുക, ഡേ ടു ഡേ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അത് തന്നെയാണ് പറയാനുള്ളത്. ക്ലാസ് കറക്റ്റ് ആയിട്ട് കേട്ടാ മതി അല്ലേ? അതെ, സോ ക്ലാസ് കേൾക്കണം. എലൈറ്റിന്റെ ടീമിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ബേസിലിന്? എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് നല്ല സപ്പോർട്ടും ഗൈഡൻസും തന്നതിൽ. അവരുടെ ആ ഒരു ഫോളോ ചെയ്തുകൊണ്ടാണ് എനിക്ക് കിട്ടിയതും, പിന്നെ അവരുടെ റിവിഷൻ ക്ലാസ് ഒക്കെ നല്ല ഗുണകരമായിരുന്നു. ആയിരുന്നു അല്ലേ? സോ താങ്ക് യു സോ മച്ച് ബേസിൽ. ഈ ഒരു സമയത്ത് അറിയാം കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം കിട്ടിയ ഒരു സന്തോഷമാണെന്നുള്ളത്. സോ അത് എൻജോയ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ താങ്ക് യു. മച്ച്. ഓക്കെ, താങ്ക് യു.